ബീജഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് അക്കാലത്ത് ഇങ്ങനൊരു രചന നടത്തിയത് കാരണം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷയായിട്ട് സംസ്കൃതം വളരെ അനുയോജ്യമാണ്. a+b² = a²+b² + 2ab. ഇത് കണ്ടുപിടിച്ചത് ആര്യഭട്ടനാണെന്ന് നമ്മുടെ വിദ്യാർത്ഥികളോട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അറിയുകയുമുണ്ടാവില്ല. CE 1340 മുതൽ CE 1839 വരെയുള്ള ഏതാണ്ട് 500 വർഷക്കാലം ലോകത്തെ ഗണിതശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രമുഖമായ കേന്ദ്രം കേരളമായിരുന്നു. ജോർജ് ഗീവർഗീസ് ജോസഫ് സാറ് ഇട്ടിരിക്കുന്ന പേര് എ പാസേജ് ടു ഇൻഫിനിറ്റി എന്ന് തന്നെയാണ്. ദി കേരള എപ്പിസോഡ്. ലോകത്ത് ഒരു സ്ഥലത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത അത്ര ഉജ്ജ്വലമായ ഒരു ഗണിതശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് നമ്മൾ ഓർക്കണം. എല്ലാവർക്കും നമസ്കാരം. മഹിത ഭാരതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പേര് എ മഹിത കേരളം ഫ്രം മഹിത ഭാരതം. ഏതായാലും എ മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു സിനിമ ഇറങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനൊരു പേര് വളരെ ഉചിതമാണെന്ന് തോന്നുന്നു. കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിത്രം 19-ാം നൂറ്റാണ്ടിലെ കേരളത്തെക്കുറിച്ചുള്ള ചിത്രമാണ്. അന്നത്തെ ഇവിടുത്തെ അനാചാരങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് സ്ഥിരം നാം വരയ്ക്കുന്നത്. വിവേകാനന്ദ സ്വാമിജി ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തിൻ്റെ ചിത്രം. ഈ 19-ാം നൂറ്റാണ്ടിന് പുറകിലേക്ക് നമുക്ക് 18, 17, 16, 15, 14 ഈ നൂറ്റാണ്ടുകളിലേക്ക് പോയിട്ട് കേരളത്തിൻ്റെ വ്യത്യസ്തമായ ഒരു ചിത്രം നമുക്കിന്ന് നോക്കാം. ലോകത്ത് ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ലാത്ത അത്ര ഉജ്ജ്വലമായ ഒരു ഗണിതശാസ്ത്ര പാരമ്പര്യം കാത്തുസൂക്ഷിച്ച, വികസിപ്പിച്ച, ലോകത്തെ ഇന്ന് അത്ഭുതപ്പെടുത്തുന്ന കേരളത്തിൻ്റെ ഒരു ചിത്രമാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഭാരതത്തിലെ പ്രമുഖങ്ങളായ 32 സർവകലാശാലകളെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ അവയിൽ അതിപ്രഗത്ഭമായ 2 സർവകലാശാലകൾ കേരളത്തിലായിരുന്നു. ഒരെണ്ണത്തെ നമുക്ക് സർവകലാശാല എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിൽ പോലും വിദേശികൾ ആ ഒരു ഗവേഷണ കേന്ദ്രത്തെ, ഗണിതശാസ്ത്രത്തിലെ ഗവേഷണ കേന്ദ്രത്തെ ഒരു സർവകലാശാല എന്ന നിലയിലാണ് പരിഗണിക്കുന്നത്. അതിൽപ്പെട്ട ഒരു സർവകലാശാലയെ പറ്റി വിദേശികളാൽ കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് എന്ന പേരിൽ വിവക്ഷിക്കപ്പെടുന്ന ഒരു സർവകലാശാലയെ പറ്റി ഇന്ന് നമുക്ക് നോക്കാം. ഭാരതത്തിൻ്റെ ഗണിതശാസ്ത്ര പാരമ്പര്യം വൈദിക കാലം, അതായത് വേദകാലം തൊട്ട് തുടങ്ങുന്നതാണ്. അതിനെ 4ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് വേദപുരാണങ്ങളുടെ കാലം, 2 അതിനുശേഷമുള്ള ക്ലാസിക് കാലം എന്ന് ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തുന്ന ഒരു കാലം, അതിനുശേഷം ഒരു മധ്യകാലം, പിന്നീട് ഒരു നവീന കാലം. ഇവയിൽ മധ്യകാലം ലോകത്തിന് കേരളം നൽകിയ ഉജ്ജ്വലമായ സംഭാവനയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ 4 കാലങ്ങളെക്കുറിച്ചും ആദ്യം ഒന്ന് പറയാം. വേദേതിഹാസ കാലത്തെ പറ്റി പറയാം. ആപസ്തംഭൻ, ബൗധായനൻ, കാത്യായനൻ, പാണിനി, പിംഗളൻ, യാജ്ഞവൽക്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കാലമായിരുന്നു
വേദേതിഹാസ കാലം. ഈ കാലത്ത് പാണിനിയെ നമ്മൾ വലിയൊരു വൈയാകരണനായിട്ടാണ്, അഷ്ടാധ്യായിയുടെ കർത്താവായിട്ടാണ് പാണിനിയെ നമ്മൾ പറയുന്നത്. പക്ഷേ പാണിനി ഒരു ഒന്നാം തരം മാത്തമാറ്റീഷ്യനായിരുന്നു, ജ്യോതിശാസ്ത്രജ്ഞനും ആയിരുന്നു. അദ്ദേഹം ബീജഗണിതത്തിൽ അഗ്രഗണ്യനായിരുന്നു. സംസ്കൃത ഭാഷയിലെ സ്വരാക്ഷരങ്ങളെയും വ്യഞ്ജനാക്ഷരങ്ങളെയും അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിട്ട് 4000-ഓളം സൂത്രവാക്യങ്ങൾ ഉണ്ടാക്കി, ബീജഗണിതത്തിൽ സൂത്രവാക്യങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ. എന്നിട്ടാണ് അദ്ദേഹം അഷ്ടാധ്യായിയിൽ സംസ്കൃത ഭാഷയിലെ വ്യാകരണ ഗ്രന്ഥം അഷ്ടാധ്യായി അദ്ദേഹം രചിച്ചത്. ഇന്നത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഒരു രീതിയുണ്ട്. BNF എന്നാണ് അതിന് പറയുക, ബാക്കസ് നോർമൽ ഫോം. പാണിനി ബീജഗണിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് അക്കാലത്ത് ഇങ്ങനൊരു രചന നടത്തിയത് കാരണം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷയായിട്ട് സംസ്കൃതം വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഇപ്പോൾ BNF അറിയപ്പെടുന്നത് പാണിനി ബാക്കസ് ഫോം എന്ന രൂപത്തിൽ കൂടിയാണ്. പറഞ്ഞു വരുന്നത് ഗണിതശാസ്ത്രത്തെ പോലും വ്യാകരണ നിർമ്മിതിക്ക് ഉപയോഗപ്പെടുത്തിയ ആളുകളായിരുന്നു വേദ ഇതിഹാസ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാലത്തിലേക്ക് കടക്കാൻ, ക്ലാസിക് കാലം എന്ന് പറയുന്നത്. ക്ലാസിക് കാലത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്ക് നോക്കാം. വരരുചി, ആര്യഭട്ടൻ, വരാഹമിഹിരൻ, ബ്രഹ്മഗുപ്തൻ, ലല്ലൻ. ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ കാലമാണ് രണ്ടാമത്തെ ക്ലാസിക് കാലമായിട്ട് നാം കണക്കാക്കുന്നത്. ആര്യഭട്ടനെ എല്ലാവർക്കും അറിയാം. ഫാദർ ഓഫ് ഇന്ത്യൻ മാത്തമാറ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്യഭട്ടനാണ്. നാളന്ദ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു. പിന്നെ അവിടുത്തെ മാത്തമാറ്റിക്സിൻ്റെയും ആസ്ട്രോണമിയുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു, HOD ഓഫ് മാത്സ് ആൻഡ് ആസ്ട്രോണമി ഡിപ്പാർട്ട്മെൻറ്റ്. ഇദ്ദേഹമാണ് ആര്യഭട്ടൻ. ഈ ആര്യഭട്ടൻ്റെയൊക്കെ കാലത്തെയാണ് നമ്മൾ ക്ലാസിക് കാലം എന്ന് പറയുന്നത്. നമ്മുടെ എത്ര കുട്ടികൾക്ക് അറിയാം എന്നെനിക്കറിയില്ല. A+B² = A² + B² + 2AB. ഇത് കണ്ടുപിടിച്ചത് ആര്യഭട്ടനാണെന്ന് നമ്മുടെ വിദ്യാർത്ഥികളോട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അറിയുകയുമുണ്ടാവില്ല. ഉജ്ജയിനിയിലും നാളന്ദയിലും കാശി സർവകലാശാലയിലും ശാരദാപീഠത്തിലും തക്ഷശിലയിലുമെല്ലാം ഒന്നാന്തരമായിട്ട് ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും പഠിപ്പിച്ചിരുന്നു, ഗവേഷണം നടന്നിരുന്നു എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് ഇവിടെ. അത് നമ്മുടെ ഒരു ക്ലാസിക് കാലമാണ്. ഇനി മൂന്നാമത്തെ കാലത്തിലേക്ക് വരാം, മധ്യകാലം. ആ മധ്യകാലത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. മധ്യകാലത്തിലെ പ്രധാനപ്പെട്ട ഗണിതശാസ്ത്രജ്ഞരാരായിരുന്നു ഭാരതത്തിൽ എന്നാണ് നാം നോക്കുന്നത്. അവരുടെ പേര് വായിച്ചു കേൾപ്പിക്കാം. ഭാസ്കരാചാര്യർ, സംഗമഗ്രാമ മാധവൻ, പരമേശ്വരൻ, ദാമോദരൻ, നീലകണ്ഠൻ, ജ്യേഷ്ഠദേവൻ, അച്യുത പിഷാരടി, ശങ്കരവാര്യർ, ചിത്രഭാനു, പുതുമന സോമയാജി. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു തോന്നലുണ്ടായിട്ടുണ്ടാവും, ഒക്കെ നമുക്ക് അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവുന്ന പരിചിതമായ പേരുകളാണല്ലോ എന്ന്. നമ്മൾ അതിലേക്ക് വരും. ഈ മധ്യകാലത്തിൽ കേട്ട പേരുകളെല്ലാം മലയാളികളുടെ പേരുകളായിരുന്നു. കേരളം ഭാരതത്തിലെ ഗണിതശാസ്ത്ര രംഗത്തിന് സംഭാവന ചെയ്ത ഉജ്ജ്വലമായ കാലമാണ് മധ്യകാലം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. നവീന കാലത്തെ കുറച്ച് പേരുടെ പേരുകൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മധ്യകാലത്തിലേക്ക്, കേരളം ലോകത്തിന് നൽകിയ ഉജ്ജ്വലമായ ഗണിതശാസ്ത്രജ്ഞരെ കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടരാം. ആധുനിക കാലത്ത് ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാർ ശ്രീനിവാസ രാമാനുജൻ, ഹരീഷ് ചന്ദ്രൻ, സത്യേന്ദ്രനാഥ ബോസ്, SN ബോസ്, നരേന്ദ്ര കർമാക്കർ, ജയന്ത് നാർലിക്കർ, സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ, ECG സുദർശൻ, മെഹലനോബിഷ്, ശ്രീനിവാസ ഭരതൻ, CR റാവു, DR കാപ്രേക്കർ,
ഇവരെല്ലാവരും ആധുനിക കാലത്തെ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത പ്രമുഖരായ ഗണിതശാസ്ത്രജ്ഞരും ജ്യോതിശാസ്ത്രജ്ഞരുമാണ്. ഞാനിവിടെ പെട്ടെന്ന് ശ്രീനിവാസ രാമാനുജനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു പുസ്തകം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ദ ലോസ്റ്റ് ബുക്ക് ഓഫ് ശ്രീനിവാസ രാമാനുജൻ അത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കണ്ടെത്തിയ കാര്യം വളരെ വിഖ്യാതമാണ്. പറഞ്ഞു വരുന്നത് ആധുനിക കാലത്തെ നമ്മുടെ ഗണിതശാസ്ത്രജ്ഞരുടെ ഒരു മഹത്വം കൂടിയാണ് എന്ന് മാത്രം. ശകുന്തളാദേവിയൊക്കെ എന്താ പറയാത്തതെന്ന് ചോദിക്കും. ഞാൻ മേലെ പേര് പറഞ്ഞ ആളുകളൊക്കെ അവരുടേതായ ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം പ്രസിദ്ധീകരിച്ചവരാണ്. ആ നിലയ്ക്ക് പ്രസിദ്ധീകരിക്കാത്തതായിട്ടുള്ള ആളുകളിലും അവരെക്കാൾ മഹനീയമായി ഇക്കാര്യം ചെയ്ത ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ശകുന്തളാദേവിയൊക്കെ വരും. ഞാനത് പറഞ്ഞില്ല എന്ന് മാത്രം. നമുക്ക് നമ്മുടെ മധ്യകാലത്തിലേക്ക് വരാം. കേരളത്തിൻ്റെ സംഭാവനയാണ് അക്കാലം. കേരളത്തിൻ്റെ സംഭാവനയായിട്ടുള്ള ഈ മധ്യകാലത്ത് കേരളം നടത്തിയ ഗവേഷണം, കേരളം നടത്തിയ കണ്ടുപിടുത്തം, നൽകിയ സംഭാവന വിദേശികൾ ഒരു പ്രത്യേക പേരിലാണ് വിവക്ഷിക്കുന്നത്. കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ഈ പേരൊന്നും അന്നുണ്ടായിരുന്നില്ല. ഈ പേര് അവർ നൽകിയതാണ്. ഇവിടെ സംഗമഗ്രാമ മാധവൻ്റെ ഗണിതശാസ്ത്ര വിദ്യാലയമെന്നോ അദ്ദേഹത്തിൻ്റെ ഗവേഷണ കേന്ദ്രമെന്നോ ഒക്കെയാണ് അന്ന് ഈ കാര്യം അറിയപ്പെട്ടിരുന്നത്. CE 1340 മുതൽ CE 1839 വരെയുള്ള ഏതാണ്ട് 500 വർഷക്കാലം ലോകത്തെ ഗണിതശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ കേന്ദ്രം കേരളമായിരുന്നു. കാൽക്കുലസ് ആവട്ടെ, ട്രിഗണോമെട്രി ആവട്ടെ, ആൾജിബ്രയാകട്ടെ, ഇതെല്ലാം വളർന്നതും വികസിച്ചതും കേരളത്തിലായിരുന്നു. ജെയിംസ് ഗ്രിഗറിയുടെ പേരിലുള്ള കണ്ടുപിടുത്തമാകട്ടെ, ലെബനിറ്റ്സിൻ്റെ പേരിലുള്ള കണ്ടുപിടുത്തമാവട്ടെ, യൂളർ അഥവാ ഓയിലർ, കൃത്യ ഉച്ചാരണം എന്താണെന്ന് അറിയില്ല, രണ്ട് രീതിയിലും അധ്യാപകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യൂളറുടെ സീരീസ് ആവട്ടെ, ടെയ്ലറുടേതാവട്ടെ, ഇതിൻ്റെ മുഴുവൻ കേന്ദ്രം, ഇതിൻ്റെയൊക്കെ കണ്ടുപിടുത്തം നടന്നത് കേരളത്തിലായിരുന്നു. കേരളത്തിൽ ഇരിങ്ങാലക്കുട എന്ന് വിളിക്കുന്ന സംഗമ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഒറ്റപ്പാലത്തും തൃക്കിടിയിലും അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള തൃക്കണ്ടിയൂരും ആലത്തിയൂരുമൊക്കെ ആയിട്ട് ഗണിതശാസ്ത്രം അങ്ങനെ വളർന്ന് പടർന്ന് ഗവേഷണങ്ങളൊക്കെ നടത്തി വികസിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ഒരു 500 വർഷത്തെ കാലം. ഭാരതപ്പുഴയുടെയും പേരാറിൻ്റെയും പെരിയാറിൻ്റെയും ഇടയിൽ ഉജ്ജ്വലമായ ഒരു ഗണിതശാസ്ത്ര പാരമ്പര്യം കേരളത്തിനുണ്ടായിരുന്നു. നമ്മളത് അറിയുന്നില്ല. കൊടുങ്ങല്ലൂർ ഭാഗത്തെ മഹോദയപുരമാണല്ലോ കൊടുങ്ങല്ലൂർ, പഴയ കൊടുങ്ങല്ലൂർ ഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കുലശേഖരന്മാരുടെ കാലം മുതൽ വിദ്യാഭ്യാസത്തിന് ഉജ്ജ്വലമായ സഹായമാണ് നടന്നുകൊണ്ടിരുന്നത്. അതോടൊപ്പം അവിടെയുള്ള വലിയ ഒരുപാട് കുടുംബങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പഠന ഗവേഷണങ്ങൾക്ക് വേണ്ടി വലിയ സഹായം ചെയ്തിരുന്നു. ഇതുപോലുള്ള കുടുംബങ്ങൾ നമ്മുടെ തിരൂര് ഭാഗത്ത് തൃക്കണ്ടിയൂര് ഭാഗത്തും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ട സഹായം മുഴുവൻ സാമൂതിരിയുടെ നേതൃത്വത്തിൽ നൽകിക്കൊണ്ടും ഇരുന്നിരുന്നു. ഈ ആളുകളുടെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണമാണ്, ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് ഗണിതശാസ്ത്രത്തിനുണ്ടായ വികാസമാണ് കേരളത്തിൻ്റെ ഒരു മഹനീയ കാലം. കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാലം. ഇത് കേരള സാഹിത്യ ചരിത്രത്തിലൊക്കെ ഇതൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നമ്മളാരും ഇതൊന്നും വേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത്രയും പറയുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും, ഇതിനൊക്കെ കൃത്യമായിട്ട് രേഖകളുണ്ടോ? ആരാണ് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടാകും. അതിൻ്റെ ഉത്തരം പറയാൻ ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളും ഇഷ്ടംപോലെ രേഖകളും ഉണ്ട്.
ചില സംഗതികളൊക്കെ നമ്മെ ഒന്ന് കാണിക്കാം. അപ്പോഴാണ് നമ്മുടെ കേരളത്തെക്കുറിച്ച്, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം, കേരളം എന്ന് കേൾക്കുമ്പോൾ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്നൊക്കെ നമ്മൾ പറയും. ശരിക്കും കേരളം എന്ന് നോക്കുമ്പോൾ ഒരു മലയാളിയാണ് എന്ന് പറയുമ്പോൾ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് നമ്മൾക്ക് ഇതിൻ്റെ രേഖകളും ഇതിനെ പറ്റിയിട്ടുള്ള അറിവും നമുക്ക് ഉണ്ടാക്കുക. ആദ്യം എങ്ങനെയാണ് ഇതിനെ പറ്റി ലോകം അറിഞ്ഞത് എന്നുള്ള കാര്യം പറയാം. ശരിക്കും 1832 മലബാറിലെ ആദ്യം ഒരു കോടതിയിലെ രജിസ്ട്രാറും പിന്നീട് ജഡ്ജിയുമായ 1794 മുതൽ 1833 വരെ മാത്രം ജീവിച്ചിരുന്ന മാത്യു ചാൾസ് വിഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ വിഷയം ആദ്യം തുടങ്ങാം. ഇദ്ദേഹം 1832 ഡിസംബർ 15 റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ ചാപ്റ്ററിൽ ഇദ്ദേഹം കേരളത്തിലെ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു, ഒരു പ്രഭാഷണം ചെയ്തു. അവരതിനെ മൈൻഡ് ചെയ്തില്ല. ഈ മനുഷ്യൻ ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ടു. പക്ഷേ 1834 ഇദ്ദേഹത്തിൻ്റെ ലേഖനം ഇതേ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ചാപ്റ്ററിൻ്റെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ചു. ഇക്കാര്യം അവിടെ കഴിഞ്ഞു. ഇതിൽ അദ്ദേഹം അവതരിപ്പിച്ച വിഷയം ഇങ്ങനെയായിരുന്നു. അതിൻ്റെ ഹെഡിങ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഓൺ ഹിന്ദു ക്വാഡ്രേച്ചർ ഓഫ് ദി സർക്കിൾ ആൻഡ് ഇൻഫിനിറ്റ് സീരീസ് ഓഫ് ദി പ്രപ്പോർഷൻ ഓഫ് ദി ഡയമീറ്റർ എക്സിബിറ്റഡ് ഇൻ 4 ശാസ്ത്രാസ്: തന്ത്രസംഗ്രഹം, യുക്തിഭാഷ, കരണപദ്ധതി ആൻഡ് സദ്രത്നമാല. 4 പുസ്തകങ്ങളിൽ മേൽപ്പറഞ്ഞ വിഷയം എപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് യൂറോപ്യന്മാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. തന്ത്രസംഗ്രഹത്തിലും യുക്തിഭാഷയിലും കരണ പദ്ധതിയിലും സദ്രത്നമാലയിലും. എല്ലാം മലയാളികളുടെ പുസ്തകമാണ്. യുക്തിഭാഷയൊക്കെ മലയാളത്തിൽ തന്നെ നമുക്ക് കിട്ടുന്ന പുസ്തകമാണ്. മലയാളത്തിൽ ശാസ്ത്രം എഴുതാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ പുസ്തകങ്ങളുടെ വായനയൊക്കെ ഉപകാരപ്പെടും. ഇത് അദ്ദേഹം ചെയ്തെങ്കിലും യൂറോപ്പിൽ ആരും ഇതൊന്നും വളരെയധികം ശ്രദ്ധിച്ചില്ല. പക്ഷെ പിന്നീട് 1927 വിഭൂതി ഭൂഷൺ ദത്ത എന്ന് പറയുന്ന കൽക്കത്തക്കാരനായ ബംഗാളിലെ മാത്സ് പ്രൊഫസറായിരുന്ന ഒരു മഹാമനുഷ്യൻ അലഹാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഈ വിഷയത്തിൽ ഒരു പ്രസംഗം ചെയ്തപ്പോഴാണ് ലോകം അത് ശ്രദ്ധിക്കുന്നത്. 1829 മുതൽ അവിടുത്തെ ജേണലിൽ അദ്ദേഹം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഹിസ്റ്ററി ഓഫ് ഹിന്ദു മാത്തമാറ്റിക്സ് എന്ന പേരിൽ 1935 ഇത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. 2 വോളിയമായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു വോളിയം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹിസ്റ്ററി ഓഫ് ഹിന്ദു മാത്തമാറ്റിക്സ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ലോകം ഇത് ശ്രദ്ധിച്ചത്. അങ്ങനെയാണ് പിന്നീട് നമ്മുടെ കേരള സ്കൂളിനെ പറ്റിയിട്ടും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ലോകത്തിനു മുമ്പിൽ കൂടുതൽ വെളിവാകുന്നത്. ഇതാണ് ഇതിൻ്റെ അടുത്ത ഒരു ഘട്ടം. ഒന്ന് വിഷിൻ്റെ ലെറ്റർ ആരും ശ്രദ്ധിച്ചില്ല. പിന്നീട് വിഭൂതി ഭൂഷൺ ദത്തയുടേത് ആളുകൾ ശ്രദ്ധിച്ചു. അത് പുസ്തകമായിട്ട് ഇറക്കി. ഇനിയാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ കഥയിലേക്ക് നാം വരുന്നത്. എനിക്കറിയില്ല മലയാളത്തിലെ ഒരു പ്രമുഖ കുടുംബം എത്ര മലയാളികൾ അവരെ അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ജോർജ് ജോസഫ് എന്നു പേരായിട്ട് ചെങ്ങന്നൂര് ജനിച്ച മഹാത്മാഗാന്ധിയുടെ സഹചാരിയായിരുന്ന, ഹോം റൂൾ പ്രസ്ഥാനത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ആനി ബെസൻറ്റിൻ്റെ ഒക്കെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു 1-ാം തരം ക്രിമിനൽ വക്കീലായിരുന്ന ജോർജ് ജോസഫ് സാറിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം പിന്നീട് തമിഴ്നാട്ടിലെ ഈറോഡിലേക്ക് അദ്ദേഹം താമസം മാറ്റി. അദ്ദേഹം പിന്നെ കുടുംബസമേതം അവർ വിദേശത്തേക്ക് പോയി, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ.
അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടിയുണ്ട്, ജോർജ് ഗീവർഗീസ് ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സ് പ്രൊഫസറാണ് അദ്ദേഹം. ലോകത്തെ മാത്തമാറ്റിക് ഹിസ്റ്റോറിയൻസിലൊരാണ്. ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള ഗണിതശാസ്ത്രത്തിൻ്റെ ചരിത്രം എഴുതുന്ന ആളുകളിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹം വലിയൊരു മിഷനുമായിട്ട് ആഫ്രിക്കയിൽ ഇദ്ദേഹം പോയി. ആഫ്രിക്കയിൽ ഇദ്ദേഹം പോയ സമയത്ത് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആഫ്രിക്കൻ വംശജനായ ഒരു കുട്ടി ഇങ്ങനെ കണക്കൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാറിനോട് ചോദിച്ചു, സാറേ, ഈ യൂറോപ്യന്മാരുടേത് മാത്രമായിട്ട് ഈ കണക്കൊക്കെ ഉള്ളോ? ഞങ്ങളുടേതായിട്ട് ഈ കണക്കൊന്നുമില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം അദ്ദേഹത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു. അദ്ദേഹം ഒരു അന്വേഷണം ആരംഭിച്ചു. അദ്ദേഹം തൻ്റെ അന്വേഷണം ഭാരതത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പിച്ച വെച്ച അതേ സ്ഥലത്തായിരുന്നു ശ്രീനിവാസ രാമാനുജനും പിച്ച വെച്ചതെന്ന്. ഈ റോഡിൽ അദ്ദേഹം ഗവേഷണം തുടർന്നു. ആ ഗവേഷണത്തിനൊടുവിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ഓരോ മലയാളിയും, 2 പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ, ഓരോ മലയാളിയും ഈ പുസ്തകങ്ങൾ കണ്ടിരിക്കണം. ഒരു പുസ്തകത്തിൻ്റെ പേര് ദി ക്രസ്റ്റ് ഓഫ് പീകോക്ക്, ദ നോൺ യൂറോപ്യൻ റൂട്ട്സ് ഓഫ് മാത്തമാറ്റിക്സ്. ക്രസ്റ്റ് ഓഫ് പീകോക്ക് എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ പൂവ്, മയൂരത്തിൻ്റെ ശിഖ എന്നാണ് അർത്ഥം. വേറെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ദി പാസേജ് ടു ഇൻഫിനിറ്റി, അനന്തതയിലേക്കുള്ള വഴി. ഓരോ മലയാളിയും ഈ 2 പുസ്തകവും ഒന്ന് വായിച്ചിരിക്കണം. ഈ 2 പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 2 പുസ്തകങ്ങളും ഭാരതത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല, വിദേശത്താണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. $40 ഈ പുസ്തകത്തിന് വില. 3500 രൂപയുടെ അടുത്ത് വില കൊടുത്തു വാങ്ങിയ പുസ്തകമാണിത്. ഇദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുസ്തകത്തിൻ്റെ പേര് പുസ്തകം കൊണ്ടുവന്നിട്ടില്ല. ദ പാസേജ് ടു ഇൻഫിനിറ്റി. 9000 ചില്ലാനം രൂപ ഒരു പുസ്തകത്തിന് വില വരും. ഈ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ മാത്രം ഓരോ മലയാളിയും അറിയാൻ വേണ്ടിയിട്ടാണ് മലയാളികളെ ഒന്ന് കേൾപ്പിക്കാം. ഇതിലെ 10ാമത്തെ അധ്യായത്തിന് ജോർജ് ഗീവർഗീസ് ജോസഫ് സാറ് ഇട്ടിരിക്കുന്ന പേര് എ പാസേജ് ടു ഇൻഫിനിറ്റി എന്ന് തന്നെയാണ്. ദി കേരള എപ്പിസോഡ്, എ പാസേജ് ടു ഇൻഫിനിറ്റി, ദി കേരള എപ്പിസോഡ്. അതിലെ ഒരു പാരഗ്രാഫ് വായിച്ചു കേൾപ്പിക്കാം. Along the southwest coast near the tip of Indian Peninsula lies a strip of land known as Kerala. It has figured prominently in history, not only as a stopover for travelers and explorers such as Ibn Battuta and Vasco da Gama arriving from across the Arabian Sea, but as a center of maritime trade with its variety of spices greatly in demand even as early as the time of Mesopotamians. While most of India was in political upheaval during the first part of the 2nd millennium AD, Kerala was a place of relative tranquility, sheltered by the high mountains of the Western Ghats to the east and Arabian Sea to the west. In recent years, Kerala has played a central role in the reconstruction of medieval Indian mathematics. മലയാളത്തിൽ പറയുന്നില്ല, മലയാളികൾക്ക് അത് മനസ്സിലാകും. കേരളത്തിൻ്റെ മഹത്വം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കേരളത്തെ അദ്ദേഹം വിശദീകരിച്ചിരിക്കുകയാണ് ഇവിടെ. ഇനി ഇതിൽ ഒരു പാരഗ്രാഫ് കൂടി കേൾക്കൂ. However, it is now generally recognized that the origin of the analysis and derivations of certain infinite series, notably those relating to the arctangent, sine, cosine, are not to be found in Europe, but in an area in South India that now falls within the state of Kerala. From a region of about 1,000 square kilometers north to Cochin,
During the period between the 14th and 16th centuries, there emerged discoveries in infinite series that predate similar work of James Gregory, Newton and Leibniz by at least 200 years. ലെബനിറ്റ്സിനും ഗ്രിഗറിക്കും ന്യൂട്ടനും ഒക്കെ മുമ്പ് 200 വർഷം മുമ്പെങ്കിലും ഇതിവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ചെറിയൊരു വാചകം ശ്രദ്ധിക്കൂ. ദി ഓതർ ഓഫ് ദി കരണ പദ്ധതി whose grandson is now in the 17th year was പുതുമന സോമയാജി, എ നമ്പൂരി ബ്രാഹ്മണ ഓഫ് തൃശ്ശിവ പേരൂർ ഇൻ മലബാർ. ഇവിടെ പറയുന്നത് 1740 ജീവിച്ചിരുന്ന ഈ സീരീസിൽപ്പെട്ട പുതുമന സോമയാജി എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടാണ്. 1340 ഇവിടെ സംഗമഗ്രാമ മാധവൻ തുടങ്ങുന്നത്. ഇത് 1740 ഇദ്ദേഹം പുതുമന സോമയാജി മരണപ്പെടുന്നത്. ഇനി നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞു. നമ്മുടെ ചാൾസ് വിഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ ഏഷ്യാറ്റിക് റോയൽ സൊസൈറ്റിയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ ചാപ്റ്ററിൽ എഴുതിയ കാര്യം പറഞ്ഞു. ഇദ്ദേഹം എഴുതാനുണ്ടായ ആ സംഗതി, അതിൻ്റെ സാഹചര്യമെല്ലാം നമ്മുടെ ജോർജ് ഗീവർഗീസ് സാർ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ദി ഓതർ ഓഫ് ദിസ് ബുക്ക്, ശങ്കരവർമ്മൻ, ബിലോങ് ടു എ മൈനർ റോയൽ ഫാമിലി ആൻഡ് വാസ് കണ്ടംപററി ഓഫ് ചാൾസ് വിഷ്. ഇദ്ദേഹം കടത്ത് നാട്ടിലെ യുവരാജാവായിരുന്നു. കടത്ത് നാടൻ അമ്പാടിയായിരുന്നു നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. സദ്രത്നമാല റിട്ടൺ ഇൻ 1823. അപ്പം നോക്കൂ, 1340 കഴിഞ്ഞ് 1823 ശങ്കരവർമ്മൻ എന്ന് പറയുന്ന കടത്തുനാട്ടിലെ യുവരാജാവ് എഴുതിയ പുസ്തകത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏതാണ്ട് 500 വർഷം നീണ്ടു നിന്ന കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. Contains many of the results of Kerala school but given without the rationale or derivations found in earlier text. Wish met him and described him as a very intelligent man and acute mathematician. He died 6 years after Wish's article on Kerala mathematics and astronomy appeared in 1832. 1832 ഇത് പ്രസിദ്ധീകരിച്ചിട്ട് ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടു. ശങ്കരവർമ്മൻ എന്ന് പേരായ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഈ ശങ്കരവർമ്മനെ വിഷ് പരിചയപ്പെട്ടു. വിഷ് ഒന്നാന്തരം ഗണിതശാസ്ത്രം അറിയുന്ന ആൾ, നിയമജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയത്. അവർ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. നേരത്തെ പറഞ്ഞ വിഭൂതിഭൂഷൺ ദത്ത പറഞ്ഞ കാര്യം ഇവിടെ കൃത്യമായിട്ട് ജോർജ് ഗീവർഗീസ് ജോസഫ് സാറ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ജോർജ് ഗീവർഗീസ് സാറ് കുറച്ച് കണ്ടുപിടുത്തങ്ങൾ, രണ്ടും യൂറോപ്പിലുണ്ടായ കണ്ടുപിടുത്തങ്ങളും ഭാരതത്തിലുണ്ടായ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം ഒന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. അത് നമ്മളൊന്ന് കേൾക്കണം. കോമൺ മാത്തമാറ്റിക്കൽ പെർസ്യൂട്ട്സ് ഇൻ ഇന്ത്യ ആൻഡ് എൽസ്വെയർ എന്ന് പറഞ്ഞിട്ടൊരു പട്ടിക അദ്ദേഹം ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് വാല്യൂസ് ഓഫ് കോഡ്. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപം. ടോളമി AD 150 കണ്ടുപിടിച്ചതായിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഇസ്ലാമിക് മാത്തമാറ്റീഷ്യൻസ് ഇതിനെ പ്രചരിപ്പിച്ചതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് 24 സൈൻ വാല്യൂസ്. ആര്യഭട്ടൻ CE 499. റെജിമോട്ടണസ് എന്നുള്ള പേരിൽ 1533 വിദേശത്ത് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. റേഡിയൻ മെഷർ ആര്യഭട്ട AD 499. ഇത് യൂറോപ്യൻ മാത്തമാറ്റീഷ്യൻസ് ലേറ്റ് 19th സെഞ്ച്വറിയിൽ കണ്ടുപിടിക്കുന്നതാണ്. നോക്കൂ, 1400 വർഷം മുമ്പ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്ക്വയർ ആൻഡ് ക്യൂബ് റൂട്ട് എക്സ്ട്രാക്ഷൻ ആര്യഭട്ട AD 499. ഇസ്ലാമിക് മാത്തമാറ്റീഷ്യൻസ് 10th സെഞ്ച്വറിയിലാണ് ലോകത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ അത് എത്തിക്കുന്നത്. മെത്തേഡ്സ് ഇൻ ആൾജിബ്ര ഇൻക്ലൂഡിങ് സമ്മേഷൻ ഓഫ് ഫൈനൈറ്റ് സീരീസ്. ആര്യഭട്ടൻ AD 499. ഇറ്റാലിയൻ മാത്തമാറ്റിക്സിൽ ബോംബെല്ലി 16th സെഞ്ച്വറിയിലാണ്. ഇതുപോലെ സീറോ ആവട്ടെ,
പിന്നെ അതുപോലെ അരിത്മെറ്റിക്കിൻ്റെ ഫ്രാക്ഷൻസ് ആവട്ടെ, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ആവട്ടെ, അരിത്മെറ്റിക് ഇൻവോൾവിങ് ഇൻ സീറോ ആവട്ടെ, ബ്രഹ്മഗുപ്തൻ 7-ാം നൂറ്റാണ്ടിലൊക്കെ ചെയ്യുന്നത് പിന്നീടാണ് അവിടെ എത്തുന്നത്. ഈ 7-ാം നൂറ്റാണ്ടിനു മുമ്പ് വേദിക് മാത്തമാറ്റിക്സിൽ ജ്യോതിഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മാത്തമാറ്റിക്സിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ പൈതഗോറിയൻ തീറം, പൈതഗോറസും ബാക്കിയുള്ളവരൊക്കെ ഭാരതത്തിൽ വന്ന് പഠിച്ചു പോയിട്ടാണ് സ്വന്തം പേരിലേക്ക് അത് ആക്കിയിരിക്കുന്നത്, പേറ്റന്റ് ആക്കിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇൻഫിനിറ്റ് സീരീസ് ഫോർ സൈൻ ആൻഡ് കൊസൈൻ ഫങ്ഷൻസ്, മാധവ 15th century AD, ന്യൂട്ടൺ 17th century AD. സർ ഐസക് ന്യൂട്ടൺ 17-ാം നൂറ്റാണ്ടിൽ ചെയ്തിട്ടുള്ള ആ കാര്യം മാധവൻ ഇവിടെ കേരളത്തിൽ 15-ാം നൂറ്റാണ്ടിൽ ചെയ്തതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആര്? ജോർജ് ഗീവർഗീസ് ജോസഫ് സാർ, ദ ക്രസ്റ്റ് ഓഫ് പീകോക്ക്. ക്രസ്റ്റ് ഓഫ് പീ ഇതിന് പേരിടുന്നത് എങ്ങനെയെന്നറിയോ പുസ്തകത്തിന്? ദി ക്രസ്റ്റ് ഓഫ് പീകോക്ക്, മയിലിൻ്റെ ചിക. വേദാംഗ ജ്യോതിഷത്തിൽ ഒരു സൂക്തമുണ്ട്, യഥാ ശിഖ മയൂരാണാം നാഗാനാം മണയോ യഥാ തദ്വദ് വേദാംഗ ശാസ്ത്രാണാം ഗണിതം മൂർധനി സംസ്ഥിത. മയിലിന് എങ്ങനെയാണോ അതിൻ്റെ പൂവ് കൊമ്പ്, നാഗങ്ങൾക്ക് അതിൻ്റെ മണി നാഗമാണിക്യം എപ്രകാരമാണോ, അതേപോലെ വേദാംഗങ്ങളിൽ ഗണിതം ഒന്നാമതായിട്ട് ശോഭിക്കുന്നു എന്നാ. ഭാരതം ഗണിതത്തിന് നൽകിയ സ്ഥാനമാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി വളരെ പെട്ടെന്ന് നമ്മുടെ തൃശ്ശൂർ മുതൽ തിരൂര് വരെ ഉണ്ടായിരുന്ന ആ ആചാര്യന്മാരിൽ പ്രധാനപ്പെട്ട ചിലരുടെ പേര് മാത്രം ഒന്ന് കേൾപ്പിച്ചുകൊണ്ട് അതൊരു ഫ്ലോ ചാർട്ടായിട്ട് തരാം, അത് ആളുകൾക്ക് കാണാം. അതിനെപ്പറ്റി വളരെ ചുരുക്കി നമുക്കൊന്ന് പറഞ്ഞിട്ട് ഈ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം. 1340 തൃശ്ശൂർ കല്ലേറ്റുംകരയിൽ ആണ് സംഗമഗ്രാമ മാധവൻ എന്ന് പറയുന്ന ആൾ ജനിക്കുന്നത്. അവിടെ സ്വന്തം വീട്ടിലും അദ്ദേഹം ഉപാസിച്ചിരുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പഠന ഗവേഷണങ്ങൾ നടന്നത്. ഇദ്ദേഹം പുതുതായിട്ട് തുടങ്ങുകയല്ല. 4-ാം നൂറ്റാണ്ടിൽ വരരുചി തൊട്ട് കേരളത്തിലുണ്ടായിരുന്ന ഗണിതശാസ്ത്ര പാരമ്പര്യത്തിലെ ഒരു പ്രമുഖ കണ്ണിയായി, തിളങ്ങുന്ന ഒരു കണ്ണിയായിട്ട് ഇദ്ദേഹം തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് 1340 മുതൽ ഇവിടെ തുടങ്ങാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട. ഉത്തരേന്ത്യയിലെ വിദ്യാകേന്ദ്രങ്ങളെല്ലാം സുൽത്താൻമാർ തകർത്തപ്പോൾ, പിന്നീട് അതിന് ശേഷം വന്നിട്ട് നമ്മുടെ വിജയനഗര സാമ്രാജ്യം വരെയുള്ള സ്ഥലങ്ങളൊക്കെ തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭാരതത്തിൻ്റെ ഉജ്ജ്വലമായ ഗണിതശാസ്ത്ര പാരമ്പര്യം കൃത്യമായിട്ട് വളർന്ന് വികസിച്ചത് കേരളത്തിലാണ്. അതാണ് അതിനുണ്ടായ കാരണം. മാത്രമല്ല 1840 വരെ, ശങ്കരവർമ്മൻ്റെ കാലം വരെ ഇതിവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. യാതൊരു സംശയവും വേണ്ട, ഇവിടെയും അത് അവസാനിച്ചത് മറ്റൊരു സുൽത്താൻ്റെ, ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തോടു കൂടിയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന സാമൂതിരിയും മറ്റു കുടുംബങ്ങളുമെല്ലാം ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തോടു കൂടി തകർന്നപ്പോഴാണ് ഇതിവിടെ അവസാനിക്കുകയും ചെയ്തത്. ഞാൻ ഈ കാലഘട്ടം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ മറ്റ് ഉജ്ജയിനിയിലായിരുന്നു, നാളന്ദയിലായിരുന്നു, ഉജ്ജയിനിയിലായിരുന്നു ഏറ്റവും നന്നായിട്ട് നമ്മുടെ ബഹിരാകാശ ഗവേഷണമൊക്കെ നടന്നിരുന്നത്, ആസ്ട്രോണമിയൊക്കെ നടന്നിരുന്നത്. അത് കേരളത്തിലേക്കായതിൻ്റെ കാരണമാണ്. അപ്പോൾ എല്ലാവർക്കും പോയിട്ട് കാണാവുന്നതാണ്, അറിയാവുന്നതാണ്. കല്ലേറ്റുംകരയിലെ മാധവനിൽ നിന്ന് 1360 ജനിച്ചു കഴിഞ്ഞ് പരമേശ്വരൻ മാധവൻ്റെ വേണു ആരോഹം എന്ന് പറയുന്ന പുസ്തകം നമ്മൾക്ക് ഇപ്പോഴും ലഭ്യമാണ്. മറ്റ് പുസ്തകങ്ങൾ 8 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ലഭ്യമല്ലെങ്കിലും അതിൻ്റെ കണ്ടന്റ് ലഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെ മാധവാചാര്യൻ്റെ ഇന്ന പുസ്തകത്തിലെ ഇന്ന ശ്ലോകം എന്നും പറഞ്ഞിട്ടും അവരുടെ മറ്റ് പുസ്തകങ്ങളിൽ ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനമുണ്ട്. ഗോളവാദം, മധ്യമ നയനപ്രകാരം, ലഗ്നപ്രകരണം, സ്ഫുടചന്ദ്രാവതി, ചന്ദ്രവാക്യാനി, അംഗഗണിത ഗ്രഹാചാര തുടങ്ങി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. അതിനുശേഷം പരമേശ്വരൻ എന്ന് പറഞ്ഞ ശിഷ്യനുണ്ടായി. ഈ ശിഷ്യനുണ്ടായത് എല്ലാവരും ശ്രദ്ധിക്കുക, തിരൂരുകാർ അഭിമാനത്തോടു കൂടി ഓർക്കുക. ആലത്തിയൂരായിരുന്നു ഇദ്ദേഹം ആര്യഭടീയത്തിനും ഭാസ്കരീയം, അതായത് ലഘുവും പിന്നെ വികസിതവുമായിട്ടുള്ള 2 ആര്യഭടീയത്തിനും മഹാ
ആര്യഭടീയത്തിനും രണ്ടിനും അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. സൂര്യ സിദ്ധാന്തത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ലീലാവതിക്ക് അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൃക്ക് ഗണിതം എന്നു പേരായിട്ടുള്ള പുസ്തകം വളരെ പ്രസിദ്ധവുമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് ദാമോദരൻ. അദ്ദേഹത്തിൻ്റെ മകൻ ദാമോദരനും ഇതിലെ ഒന്നാംതരമായിട്ടുള്ള ഒരു ഗണിതജ്ഞനായിരുന്നു. പിന്നീട് മാധവൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആളാണ് നീലകണ്ഠൻ. നീലകണ്ഠൻ എന്ന് പറയുന്ന ആള്, നീലകണ്ഠൻ എന്ന് പറയുന്ന ആള് ഗോളസാരം, തന്ത്രസംഗ്രഹം തുടങ്ങിയ പുസ്തകങ്ങൾക്കൊക്കെ എഴുതിയിട്ടുണ്ട്. വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. ദാമോദരൻ്റെ മറ്റൊരു ശിഷ്യനായിരുന്നു ജ്യേഷ്ഠദേവൻ എന്ന് പറയുന്ന ആൾ ആലത്തിയൂരുകാരനാണ്. കാൽക്കുലസിലെ ലോകത്ത് തന്നെയുള്ള ഒന്നാം പുസ്തകം ഇദ്ദേഹത്തിൻ്റെ വകയാണ്. ജ്യേഷ്ഠദേവൻ്റെ തന്ത്രസംഗ്രഹത്തിന് അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യുക്തിഭാഷ എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ്. വേറൊരാളാണ് നമ്മുടെ തൃക്കിടീരി, ഒറ്റപ്പാലത്തിനടുത്തുള്ള തൃക്കിടീരിയുള്ള ശങ്കരവാര്യർ എന്ന് പറയുന്ന ആഴ്വഞ്ചേരി തമ്പ്രാക്കള് തന്ത്രസംഗ്രഹത്തിന് ഭാഷ്യം അദ്ദേഹത്തെ കൊണ്ട് രചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരാളാണ് ചൊവ്വരക്കാരൻ ചിത്രഭാനു. കരുണാമൃതം എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹമാണ് രചിച്ചിരിക്കുന്നത്. തൃക്കണ്ടിയൂർ തന്നെയുള്ള അച്യുത പിഷാരടി സാഹിത്യത്തിലും വൈദ്യത്തിലും ഗണിതശാസ്ത്രത്തിലും അത്രയും വലിയ പ്രഗത്ഭനായിരുന്നു. ഇദ്ദേഹം തൃക്കണ്ടിയൂരുകാരനാണ്. ഇവർക്കൊക്കെ പുറമെ കൃത്യമായിട്ട് ഇവരോട് കണക്ട് ചെയ്യാൻ പറ്റാത്ത വർഷം ഏതാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് 1740 മരിച്ച പുതുമന സോമയാജി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സേവനവും, തൃശ്ശൂരുകാരനാണ് പുതുമന സോമയാജി, ചൊവ്വരക്കാരനാവാമെന്നാണ് ആളുകൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്രയും പ്രസിദ്ധനാണ്. ഈ പറയുന്ന ആളുകളെല്ലാവരും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അവരിൽ അവസാനത്തെ കണ്ണിയായിരുന്നു 1839 40ഓടടുത്ത് മരിച്ചു കഴിഞ്ഞ ശങ്കരവർമ്മൻ. ഈ ശങ്കരവർമ്മനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായ വിഷ് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ ഇവരുടെ പേരുള്ള ഉജ്ജ്വലമായ ഒരു യൂണിവേഴ്സിറ്റി അല്ല, ഒരു പഠന ഗവേഷണ കേന്ദ്രം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിലായിരുന്നു. അടുത്ത കാലത്ത് വളരെ സന്തോഷകരമായിട്ടൊരു വാർത്ത കണ്ടു. ഇരിങ്ങാലക്കുടയിലെ സെൻറ്റ് ജോസഫ് കോളേജുകാർ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഏതോ ഒരു താളിയോല ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ടെന്നൊരു വാർത്ത വായിച്ചിരുന്നു. ഇത് കൂടുതൽ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ, മലയാളികൾക്ക് ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്താൻ കഴിയട്ടെ. ഇരിങ്ങാലക്കുട തന്നെയുള്ള എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ പഠിച്ച ക്രൈസ്റ്റ് കോളേജ് ഉണ്ട്. അവർക്ക് നേതൃത്വം നൽകിയിട്ട് നമ്മുടെ ഈ ജോർജ് ഗീവർഗീസ് സാറിൻ്റെ ഈ ഒരു പുസ്തകവും അദ്ദേഹത്തിൻ്റെ പാസേജ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന പുസ്തകവും, ഈ പുസ്തകങ്ങളൊക്കെ ലോകത്തിനൊന്ന് പരിചയപ്പെടുത്താൻ, മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ അവരുടെ കീഴിലൊരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. ഇതിനു പുറമെ ഓരോ മലയാളിയും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജോർജ് ജോസഫ് സാർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിമിനൽ അഡ്വക്കേറ്റ് ആയിരുന്ന ഗാന്ധിജിയുടെ സഹകാരിയായിരുന്ന ആളുടെ ബയോഗ്രഫിയാണ് ദി ലൈഫ് ആൻഡ് ടൈം ഓഫ് എ ക്രിസ്ത്യൻ നാഷണലിസ്റ്റ്. തൻ്റെ മുത്തശ്ശനെ കുറിച്ചുള്ള ജോർജ് ജോസ് സാറിനെ പറ്റിയിട്ടുള്ള ബയോഗ്രഫി. നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഉജ്ജ്വലമായ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു മലയാളി കുടുംബത്തിനെ കുറിച്ചിട്ട് മലയാളികളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഏതെങ്കിലും ഒരു കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റുകാർ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബയോഗ്രഫിയും ഒന്ന് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് പറയുന്നു. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നു. പരമാവധി മലയാളികളിൽ എത്താൻ വേണ്ടി എല്ലാവർക്കും പറ്റാവുന്നത്ര ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യണം. അതോടൊപ്പം ഒരു കാര്യം പറയുകയാണ്, ഐസക് ന്യൂട്ടൻ്റെയും കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ പോയിട്ട് ഐസക് ന്യൂട്ടൻ്റെയും മറ്റ് ശാസ്ത്രജ്ഞരുടെയും ഇരുന്ന കസേരകളെയൊക്കെ നമ്മൾ നമസ്കരിച്ച് പോരാറുണ്ട്, നമ്മുടെ ശാസ്ത്രജ്ഞരും നമ്മുടെ വിദ്യാർത്ഥികളുമൊക്കെ. ഇഷ്ടംപോലെ ആളുകൾ ഈ ഉജ്ജ്വലമായ കേരള സ്കൂളിലേക്ക്, അവർക്കൊക്കെ മുമ്പ് ഈ കണ്ടുപിടുത്തം ഇവിടെയാണ് നടത്തിയിരുന്നത്. ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവിടെ ജസ്യൂട്ട് പാതിരിമാരിലൂടെയാണ് ഈ വിവരം എത്തുന്നത്. ഇവർ പോയ ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഗ്രിഗറി തുടങ്ങിയ ആളുകൾ സന്ദർശിച്ചതായിട്ടും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഗലീലിയൊക്കെ ആ യൂണിവേഴ്സിറ്റി സന്ദർശിച്ചതും അവിടെ പഠിച്ചതുമായിട്ടുള്ള ഭാഗ്യമുണ്ട്.
ഇവരൊന്നും കണ്ടുപിടിച്ചത് ഇത് അതേപടി പകർത്തിയതാണെന്നൊന്നും നമ്മൾക്ക് പറയണ്ട. പക്ഷേ അവരൊക്കെ അത് കണ്ടുപിടിക്കുന്നതിന് 200 വർഷമോ 300 വർഷമോ 500 വർഷമൊക്കെ മുമ്പ് നമ്മുടെ കേരളത്തിലുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ഇവയെന്ന് ഓരോരുത്തരും ഓർക്കണം. എന്നിട്ട് കേരളത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലെ ഭ്രാന്താലയത്തിൻ്റെ ഒരു ചിത്രം മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് 5 നൂറ്റാണ്ട് പുറകിലേക്ക് പോകുമ്പോൾ ലോകത്ത് ഒരു സ്ഥലത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത അത്ര ഉജ്ജ്വലമായ ഒരു ഗണിതശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഞാനിത് പറയുന്നതിന് 3 ദിവസം മുമ്പ് നമ്മുടെ മാധവ സ്കൂളിൽ ഇരിങ്ങാലക്കുടയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഗവൺമെൻറ് എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പാർട്ടി പരിപാടിയായിട്ട് വിവരമില്ലാത്ത ആളുകളെ അതിൻ്റെ ഡയറക്ടറാക്കുകയും ഒരു വിവരവും ഇല്ലാത്തവർക്ക് ഡോക്ടറേറ്റ് കൊടുത്ത് അവർ വിദേശത്ത് അയക്കുകയും ചെയ്യുന്ന പരിപാടി എന്നതിലുപരി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കേരളം വീണ്ടും ഭ്രാന്താലയമായിരുന്ന കേരളം നമ്മളിപ്പോൾ വിളിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് മാറാൻ അത് ഉപകരിക്കും. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എല്ലാവരും അന്വേഷണം നടത്തണം. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ മഹിത ഭാരതത്തിലേക്ക്, മഹിത കേരളത്തിൻ്റെ ഒരു മഹനീയ ചിത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഗവേഷണങ്ങൾക്ക് നമുക്കിത് പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.